ഇസ്രായേലിന്റെ ശക്തനായ നേതാവായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു മോശ. ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിന്റെ മകൾ സിപ്പോറയാണ് മോശ വിവാഹം കഴിച്ചത്. ആമേൻ. ഞാൻ ജോയിച്ചമല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് മോശയുടെ സഹോദരനായ അഹരോനും സഹോദരി മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗമാണ്. എന്താണ് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത്? മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് സഹോദരന് വിരോധമായി അഹരോനും മിരിയാമും തന്റെ നാവ് ചലിപ്പിച്ചതിന്റെ ഫലമായി സ്വർഗം നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. സഹോദരനെ പകയ്ക്കുന്നവന് ശിക്ഷ സ്വർഗത്തു നിന്ന് ലഭിക്കുമെന്നുള്ളതാ. ആമേൻ. ഇവിടെ മിരിയാമിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ വിനയായി മാറി. അവൾ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി മാറി. കുഷ്ഠരോഗിണികൾ പാളയത്തിന് പുറത്താണ്. 7 ദിവസം പാളയത്തിന് പുറത്ത് മിരിയാം കുഷ്ഠരോഗിയായി കഴിയേണ്ടി വന്നു. ഈ 7 ദിവസങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയ്ക്ക് മുടക്കം വന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന്റെ യാത്ര മുടക്കിയത് ഒരാളുടെ നാവ് കാരണമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം മറ്റുള്ളവരെ പഴിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും വിധിക്കുമ്പോഴും ഓർക്കുക, നിന്നെ ശ്രദ്ധിക്കുന്നവൻ ഉയരത്തിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആമേൻ. ഇവിടെ ദാവീദ് അഭിഷേകത്താൽ ഗദ്ധ്യനായ ഗോലിയാത്തിനെ കൊന്നത് മുതൽ രാജസ്ഥാനത്ത് വരുന്നത് വരെ ഒരു കുറ്റവാളിയെ പോലെ അലഞ്ഞു നടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ ദൂത് പറയാം, കൃപ പ്രാപിച്ച ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തുവെങ്കിലും ഇപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടി അലഞ്ഞു നടക്കേണ്ടെന്ന സാഹചര്യമാണെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. സമയമാകുമ്പോൾ പുതിയ തലങ്ങൾ ദൈവം ഒരുക്കി തരുമെന്നുള്ളതാണ്. ധൈര്യമായി നിൽക്കുക. ആമേൻ. സ്വന്തം പുത്രനായ അബ്ശലോമിനെ ഭയന്ന് ദാവീദ് മലകളിലും ദുർഗങ്ങളിലും പാറ പിളർപ്പുകളിലും താമസിച്ചു. തന്റെ കൂടെയുള്ള ആളുകളുമായി ക്ഷീണിച്ച് കടന്നു വരുന്ന സന്ദർഭത്തിൽ മറുവശത്ത് കുന്നിൻ ചെരുവിൽ നിന്ന് ശിമേയി ദാവീദിനെ ശപിച്ചു. കല്ലും മണ്ണും വാരിയെറിഞ്ഞ്, നീച പോ, രക്തപാതക, നിന്റെ ദോഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദാവീദിനെ ശപിച്ചതായി 2 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആമേൻ. ഇവിടെ ദാവീദിനോട് അബിശായി അവനെ കൊന്നുകളയട്ടെ എന്ന് പറഞ്ഞതിന് ദാവീദ് പറയുന്ന മറുപടി, അവൻ ശപിക്കട്ടെ. ഒരു പക്ഷേ യഹോവ കൽപ്പിച്ചിട്ടായിരിക്കും അവൻ ശപിക്കുന്നത്. ആമേൻ. സ്തോത്രം. പിന്നീട് ദാവീദ് രാജാവായി മടങ്ങി വരുമ്പോൾ യോർദാങ്കിൽ വെച്ച് അനവധി ആളുകളുമായി വന്ന് ശിമയി ദാവീദിനെ എതിരേൽക്കുന്നു. എന്നിട്ട് ദാവീദിന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുന്നതായി കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിന്ദിക്കുന്നതിന് മുമ്പാകെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തകർച്ചയിൽ, പരാജയത്തിൽ നിനക്കെതിരെ നിന്ന് ശപിച്ചവരും പഴി പറഞ്ഞവരും നിന്ദിച്ചവരും ഒക്കെ നിന്റെ കാൽക്കൽ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ നിന്റെ തകർച്ചയിൽ നിന്നോട് കൂടെ നിന്നവരെ നീ ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഇന്ന് പൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. പിന്നീട് ദാവീദ് മരിച്ചു. ശലോമോൻ രാജാവായി. ആ സന്ദർഭത്തിൽ ശലോമോൻ ശിമയെ ആളെ അയച്ച് വരുത്തി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ യെരൂശലേമിൽ ഒരു വീട് പണിതു കൊള്ളുക, അവിടെ താമസിക്കുക. എന്നാൽ യെരൂശലേമിൽ നിന്ന് പുറത്തു പോയാൽ മരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ആമേൻ. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശിമയുടെ 2 അടിമകൾ കാണാതെ പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്നറിഞ്ഞ് ശിമയി അടിമകളെ അന്വേഷിച്ച് ഗത്തിൽ പോയി. ഇതറിഞ്ഞ് ശലോമോൻ ശിമയെ വിളിച്ചു വരുത്തി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. സ്വന്തം നാവ് കൊണ്ട് അഭിഷക്തനെ ശപിച്ച ശിമയിക്ക് മരിക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയുടെ അഭിഷക്തനെതിരെ നാവ് ചലിപ്പിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയ ദൈവപൈതലേ, നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, കൂട്ടു ശുശ്രൂഷകന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്, വലിയ ഉയർച്ചയാണ്. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ജീവിതത്തിൽ ചിലർക്ക് തെറ്റുപറ്റുമ്പോൾ അവരെ മാറ്റി അകറ്റി നിർത്തുവാനും അവരെ പഴിക്കുവാനും നിന്ദിക്കുവാനും ഇടയാക്കാതെ അവരെ ചേർത്ത് നിർത്തി അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞാൽ അത് ക്രിസ്ത്യ ജീവിതത്തിൽ അനുഗ്രഹമാണ്, സ്വർഗത്തിൽ വലിയ പ്രതിഫലമാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.